രണ്ടാമത്തെ കാര്യം ഈ ബോഡി നോക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും മോശം ഒരു അവസ്ഥ ഉണ്ടായാൽ എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണിക്കുക, നമ്മൾ പെട്ടെന്ന് ആ പ്രതികാരം കാണിക്കുക നമ്മളോട് തന്നെയായിരിക്കും. കൃത്യമായ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ഉറങ്ങാതിരിക്കുക, വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, മദ്യപിക്കുക, ദുശീലങ്ങൾ അങ്ങനെയൊക്കെ. കാരണം അതാണല്ലോ കുറച്ചുകൂടി എളുപ്പം. അപ്പുറത്തെ സൈഡിൽ ആ ശരീരം അങ്ങനെ ഫിറ്റാക്കി വെക്കുന്നത് നിങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഇതെങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പിടിച്ചു നിർത്തും? ഞാൻ സിനിമയിൽ വന്നിട്ട് ബോഡി ബിൽഡിങ് തുടങ്ങിയതല്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, അതായത് +2 ഡിഗ്രിയിലോട്ട് കയറാനായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ജിം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് വരുന്നത്. അപ്പം അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയെന്നേ ഉള്ളൂ. പക്ഷേ സിനിമ വന്നപ്പോഴത്തേന് കോൺഷ്യസായി നമ്മളിത് ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ടൊരു വലിയ മേഖലയുണ്ട്. കാരണം ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള ജീവിതവും, നമുക്ക് പണ്ടൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഫംഗ്ഷനോ നമ്മുടെ ബന്ധുക്കളുടെ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യാറില്ല. ബന്ധുക്കളെല്ലാവരും പ്രശ്നക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടും, മതിപ്പുണ്ട്. ഇപ്പം എനിക്ക് സിനിമ കുറവാണോ, അല്ലെങ്കിൽ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്വീകരണം കുറവാണോ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് എൻ്റെ ക്രൈറ്റീരിയ. എൻ്റെ ക്യാരക്ടർ നന്നായി ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വിഷമമുള്ള സമയം വരും. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ശീലങ്ങളിലേക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ശീലങ്ങളായിരിക്കും. പക്ഷേ ഈ വിഷമമുള്ള സമയത്ത് നമ്മളൊന്ന് ഉണർന്നിരുന്ന് ഇതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളൊരു സംഭവം, ഇതിപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ജീവിതകാലം മുഴുക്കെ നമ്മൾ കുറേ നല്ല കാര്യം ചെയ്തിട്ട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റിനെ ആയിരിക്കും ഭയങ്കരമായിട്ട് ഇകഴ്ത്തി പാടുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇത്രയും മഹാനാണല്ലോ, അപ്പം അദ്ദേഹം ഏതെങ്കിലും ഇപ്പം ഞാൻ ബിഗ് ബോസ് ആയിട്ട് അദ്ദേഹം ഒരാൾ ബിഗ് ബോസിൽ പോയാൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്കൂളിൻ്റെ ഫംഗ്ഷന് പോയപ്പോഴാണ് ഞാൻ പറഞ്ഞു, കായംകുളം കൊച്ചുണ്ണി എന്നുള്ളൊരു വ്യക്തിയല്ല, ആരായാലും അന്നത്തെ സമയം എന്ന് പറയുന്നത് കൊച്ചുണ്ണി 38 വയസ്സ് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ആകെ കൂടെ ഈ ഐതിഹ്യമലയിൽ 5 പേജിലെ പുള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അതിൽ കുറച്ച് 2-3 മോഷണം, ആ മോഷണത്തിൽ 2-3 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-2 നല്ല കാര്യങ്ങൾ. ഇപ്പോഴും ആ 38 വയസ്സിൽ അദ്ദേഹത്തെ പാടിക്കൊണ്ടിരിക്കുന്ന ഈ 2 നല്ല കാര്യങ്ങൾക്ക് അല്ലെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ജീവിതകാലം മുഴുക്ക അയാൾ നന്മ ചെയ്തിട്ട് അയാളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് അത് ഇകഴ്ത്തിയപ്പോൾ അത് സോഷ്യൽ മൊത്തത്തിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന പോലെ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറയുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി. അപ്പം നമ്മളാണ് ചിന്തിക്കേണ്ടത്, ഇത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ ആൾക്കാരും എന്തെങ്കിലും പറയും, കാരണമില്ലാതെ കുറ്റങ്ങൾ പറയാം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇത് നമുക്ക് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം നമുക്ക് ഈ പറഞ്ഞ ലഹരി എന്ന് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോട്ടാ മുമ്പേ സിനിമ കാണാൻ പോയ സമയത്ത് നമ്മൾ എത്ര കാലം മുമ്പ് ചെയ്ത സിനിമയാണ് ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, അതൊരു ക്ലാസിക് കൾട്ട് എൻ്റർടൈനറായി ജനങ്ങൾ അവരോട് സിനിമയിലൂടെ സഞ്ചരിക്കണം. ഇതൊരു വലിയ ലഹരിയായിരുന്നു എനിക്ക് അവരെ നിന്ന് കണ്ടപ്പോഴത്തേന്. അയ്യോ, നമ്മൾ ജനങ്ങളെ ഇത്രയും നമ്മൾ എൻ്റർടൈൻ ചെയ്യിച്ചല്ലോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് തന്നൊരു ലഹരി എനിക്കുണ്ടായിരുന്നു. ഇത് ഉപദേശം എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കേണ്ടായിരുന്നു, നമ്മുടെ ജീവിതമാണ്. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. ഈ അന്ന് സൈന്യൂട്ടിട്ടുള്ള കുറെ കോസ്റ്റ്യൂംസ് ഇപ്പൊ പിള്ളേർ ഇടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ടീഷർട്ട്സും അങ്ങനത്തെ റിലാക്സ്ഡ് ഫിറ്റ് പാൻസും ഇടുന്നു. അന്ന് ഈ സൈനുവിന്റെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവം ഇങ്ങനെയൊക്കെ, കാരണം ഞാൻ ട്രിവാൻഡ്രത്താണ് വരുന്നത്, അപ്പോൾ ഇത് എനിക്ക് കുറച്ച് ഓവറാണോ എന്ന് തോന്നി. പക്ഷെ ഞാൻ ഫോട്ടോ വെച്ചാലും മട്ടാഞ്ചേരി ചെന്നപ്പോൾ അവിടെ 100-150 സൈനുവിനെ കാണാൻ സാധിച്ചു. കാരണം അത്രത്തോളം ഡയറക്ടർ അത് ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെ സൈനു ഇങ്ങനെ ആയിരിക്കണം ലുക്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ കൂടെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പം ഇന്ന് പലരും ഇട്ട് കാണുമ്പോൾ നമുക്ക് സന്തോഷം, അത് അവരുടേതാണ് കേട്ടോ. ഈ ചോട്ടാ മുംബൈ അവസാനിപ്പിക്കുമ്പോൾ എന്താ ചന്ദ്രപ്പനും സൈനും മാത്രം പിടിക്കാത്തത്? ചോട്ടാ മുംബൈ തുടങ്ങുമ്പോഴേ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റണ്ണിങ് റേസ് അല്ലാന്ന് ആദ്യം പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രപ്പനും സൈനുവിനും പ്രത്യേകിച്ച് യാതൊരുവിധ ഒട്ടും ലക്ഷ്യങ്ങളില്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ക്യാരക്ടറിനും സുശീലിൻ്റെ ക്യാരക്ടറിനും അതുപോലെ തലയ്ക്ക് കുടുംബങ്ങളൊക്കെ കാണിക്കുന്നു, ഇന്ദ്രൻ്റെ ക്യാരക്ടറിനും കുടുംബം കാണിക്കുന്നു. ഇവരെന്നിട്ട് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോഴത്തേന് വരുന്നത് ചന്ദ്രപ്പൻ്റെ സൈനുയുടെ അടുത്താണ്. ഈ സൈനു ഇവർ രണ്ടുപേരും എന്താ പറയുമ്പോൾ ഒരു പുറംപോക്കിൽ ഒരു മറ്റേ ഷീറ്റൊക്കെ വെച്ചിട്ട് വീട്ടിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ വാ, ഇവിടെ താമസിക്കാം, അത് അവരെ സ്ഥലം പോലും അല്ല, കണ്ടറിഞ്ഞൂടെ പൈപ്പ് ലൈനൊക്കെ പോകുന്ന. അപ്പം അത്രത്തോളം സീരിയസ്നെസ് അല്ല അവർക്ക് ജീവിതം. അപ്പം അവർ തലയെ ആരാധിച്ചു കൂടെ, ഇന്ന് തല നന്നാകുമ്പോൾ ഓക്കെ തല നന്നായിക്കും, പക്ഷെ നമ്മളെ ഇപ്പോഴും നമുക്ക് സീരിയസ്നെസ് പറ്റില്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ
എന്തായിരുന്നു ഈ ആളുകള് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ആ സമയത്ത് വന്ന് പറഞ്ഞിരുന്ന റെസ്പോൺസ്? ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് അൻവർ റഷീദ് അഴകപ്പൻ എന്ന് പറയുന്ന ഇതിന്റെ ക്യാമറാമാനോട് പറയുന്ന ബ്രീഫ്, സാർ ഞാനൊരു കളർഫുൾ പടം പിടിക്കുകയാണ്, ഇതിനകത്തൊന്നുമില്ല, ഫോട്ടോ പടമാണ്, പക്ഷെ കളർഫുൾ പടമാണ്, ആളുകൾ എന്റർടൈൻഡ് ആണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു മോഡലാണ് ആ പടത്തിന് ഫുൾ ട്രാവൽ എന്ന് അഴകപ്പൻ്റെ ഇന്റർവ്യൂവിൽ പറയാൻ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ മണിക്കുട്ടനോട് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അന്നത്തെ ആളുകളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇല്ല, ഞാൻ കോഴിക്കോട് നിന്നാണ് ആദ്യം സിനിമ കാണുന്നത്. ഞാൻ നമ്മുടെ കൊച്ചുണ്ണിയുടെ സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് പോയി. അത് അവിടെ കണ്ടപ്പോൾ അവർ ഭയങ്കരമായിട്ട് വന്ന് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ സിനിമ കാണുമ്പോൾ എന്നെ മറന്നിട്ട് ഞാൻ ഈ സിനിമയുടെ കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഞാനതങ്ങനെ കണ്ടു. അപ്പോൾ നമ്മുടെ കൂടെ കണ്ടവർ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു അതെ സിനിമ ഗംഭീരം, അല്ല മണിക്കൂട്ട സൈന് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പം നമ്മൾ അപ്പോഴും നമ്മൾ പ്രേക്ഷകനാണ്, നമ്മളൊരു പ്രേക്ഷകനായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞില്ല അഭിനയം കുറച്ചും കൂടെ സീരിയസ് ആയി കണ്ടപ്പോഴാണ് അതിൽ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഈ സിനിമയിൽ സീനുകളുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേന് ഇത് യഥാർത്ഥത്തിൽ അൻവർക്ക് പറഞ്ഞ പോലെ ഇത് കളർഫുൾ സിനിമയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേനും നമുക്ക് എവിടെയെങ്കിലും നമ്മളെ കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു എന്താ പറയുക, ഒരു ക്ലാസിക് സിനിമയാണ്, ഒരു ക്ലാസിക് കൾട്ടായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കവിടെ കാണാം. അത് എൻ്റർടൈൻമെൻറ്റ് ഇതിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം സായി ചേട്ടൻ്റെ ക്യാരക്ടറിന് ഇമോഷണലി കണക്റ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും. തലയായിട്ട് ചിലപ്പോൾ അവർ ജോലി ഉണ്ടാവാം, പക്ഷെ തലയായിട്ട് ജോലി ഉണ്ടായിട്ടും തലയായിട്ട് ഇമോഷണലി, ലതയായിട്ട് ഈ പറയുന്ന പോലെ ഭാവന ചെയ്ത ക്യാരക്ടറിന് ഇമോഷണലി, സൈനുവിൻ്റെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ആൾക്കാരും ഉണ്ട്. അല്ല അതൊക്കെ മാറ്റിയെടുത്താലും ഇപ്പോൾ രണ്ട് ക്രിമിനലി കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ബ്രദേഴ്സ്, നടേശനും അനിയനും, അവര് തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ഭയങ്കര സ്നേഹവും സത്യസന്ധതയുണ്ട്. അതെ അതെ അതെ. അവരെ കുടുംബത്തോട് അവർ കാണിക്കുന്ന ഒരു സംഭവം, അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ട് വല്ല ആശുപത്രിയിലൊക്കെ ആക്കാം, അവരെ അനാഥ മന്ദിരത്തിലൊക്കെ കൊണ്ടാക്കാം, പക്ഷെ അമ്മയെ പ്രശ്നക്കാരിയാണെങ്കിൽ അമ്മയും കൂടെ നിർത്തുന്നുണ്ട്. അത് ഈ ഇമോഷണലി കണക്റ്റ് ആകുമ്പോഴാണ് അത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ സിനിമയുടെ കഥയിൽ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അത് എനിക്ക് ഇന്നിപ്പം നമ്മൾ പറയില്ലേ, അന്ന് നമ്മൾ അതും ശ്രദ്ധിച്ചല്ലേ, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇന്നിപ്പം നമ്മൾ കുറച്ചും കൂടെ സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയപ്പം ഈ ഇമോഷണലി കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. ഈ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കരിയറിൽ ഏകദേശം 4 സിനിമകളുടെ അടുത്ത് പ്രിയദർശൻ സാറായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അത് CCL ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എൻ്റെ ഒരു സിനിമയും പ്രിയൻ സാർ ജമ്മത്ത് കാണുന്നത്. CCL ക്രിക്കറ്റിൽ എവിടെ നിന്ന് ഒരു ബോൾ ചാടി വന്നപ്പോൾ ഞാൻ ഒരു ക്യാച്ച് എടുത്തു. അത് കണ്ടപ്പോൾ സാറ് വിചാരിച്ച് അത് സാറിന് ഭയങ്കര കാര്യമായിരുന്നു. നമ്മൾ ആ CCL സമയത്തൊക്കെ പല പ്രശ്നങ്ങളും വന്ന സമയം, കാരണം ഡേറ്റ് ഒക്കെ പല ആർട്ടിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ അങ്ങ് നിന്നു. കാരണം ക്രിക്കറ്റിനോട് ഈ CCL ഒരു ഭാഗ്യം എന്ന് പറയല്ലേ ബ്രോ, നമ്മൾ കണ്ട് ആരാധിക്കുന്ന പല ക്രിക്കറ്റേഴ്സ്, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ സാറായാലും ബ്രണ്ടൻ മെക്കല്ലം, ഈ പറയുന്ന വീരേന്ദ്ര സെവാഗ് സാറ്, വിരാട് കോഹ്ലി, ഇവരൊക്കെ കളിച്ച ഗ്രൗണ്ടിലാണ് നമ്മൾ കളിക്കുന്നത്. ഇവരൊക്കെ സെൻട്രൽ പിച്ച് മറ്റേ നിന്ന് അടിച്ച് 6 അടിച്ച സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഔട്ടായി പോണത്, അത് വേറെ കാര്യം. പക്ഷേ ഇതൊരു ഭയങ്കര ഭാഗ്യമാണ് അവർ നിൽക്കുന്നത്, അല്ലാതെ ചുമ്മാ നമുക്കതിൽ കയറി ഇറങ്ങാൻ പോകാനൊന്നും പറ്റില്ല. ഇതാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് എന്തായാലും കളി അറിയാമോ ഇല്ല എന്നൊക്കെ രണ്ട്. ക്രിക്കറ്റ് എനിക്കറിയാം, മറ്റേ മടലുവെട്ടിയുള്ള ക്രിക്കറ്റ് അറിയാമല്ലോ. ഈ ഗാഡ്ജറ്റ്സ് ഉള്ള ഉപയോഗിക്കുന്ന ക്രിക്കറ്റ് എനിക്കറിയില്ല, വലിയ പൊടിയില്ല. പക്ഷേ സ്റ്റിച്ച് ബോളി കളിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇവരിന്ന് കളിക്കുന്ന സ്ഥലമാണ്, ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുക, ഇവരെ രണ്ടാമത് എൻജോയ് ചെയ്യുക. അവിടെ നിന്ന് കളി എത്ര മോശമല്ല, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ എഫേർട്ടാണ് പ്രിയൻ സാറെ കണ്ടിട്ട്, പ്രിയൻ സാറിൻ്റെ ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും പ്രിയൻ സാർ നമ്മൾ ഇഷ്ടപ്പെടുന്നത് മനസ്സിലായത് തമിഴിൽ നവരസ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് മണിരത്നം സാർ. അതിൽ പ്രിയൻ സാർ ചെയ്ത ആന്തോളജിയിലെ ഒരു ഇതിൽ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണ്. നിങ്ങളാണ് കഥ. അതെ അതെ അതെ. അവിടെ ഇവിടെ നിന്ന് എത്ര ആർട്ടിസ്റ്റിനാണ് വിളിച്ചാലും ചെയ്യാം, യോഗി സാറൊക്കെ ഉള്ളതാണ്. അപ്പം അത് വിളിച്ചപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ അത് CCL ക്രിക്കറ്റ്, അല്ലാതെ എൻ്റെ സിനിമയൊക്കെ സാറ് അവിടെ ഗൗതം മേനോൻ സൂര്യ വെച്ചിരുന്നു, മറ്റേ മണിരത്നത്തിന്റെ പ്രൊഡക്ഷൻ, അങ്ങനെ വിജയ് സേതുപതി വെച്ച് വിജയ് നമ്പ്യാർ ചെയ്യുന്നു. അവിടെ ഇവിടെ മണിക്കുട്ടൻ വെച്ച് പ്രിയദർശൻ. അത് ഇത് ക്രിക്കറ്റ് തന്നെയാണ്, അല്ലാതെ വേറെ വഴിയില്ല. മണിക്കുട്ടനെ ഇപ്പോൾ സിനിമയുടെ അകത്തൊരു ഗോഡ് ഫാദർ വേണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല സിനിമ ഏതാ മോശം സിനിമ ഏതാന്ന് പറഞ്ഞു തരാൻ ഒരു കൂട്ടം ഓഫ് ഫ്രണ്ട്സ് വേണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തിയറീസും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിയറിൽ ഇപ്പോൾ എല്ലാ കാലവും ട്രോൾ മെറ്റീരിയൽ ആവുന്ന ചില സിനിമകൾ മണിക്കുട്ടൻ്റെ കരിയറിൽ വന്നു പോയിട്ടുണ്ട്. അത് എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മണിക്കുട്ടൻ്റെ സിനിമകൾ കുറച്ചധികം കാലം നിലനിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല സിനിമ ഏതാ മോശം സിനിമ ഏതാ പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ടാണോ,
അതോ നമുക്ക് ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ ഈ നല്ല സിനിമകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുമിക്കുന്ന കൂട്ടായ്മ റൈറ്റേഴ്സും ഡയറക്ടേഴ്സ് ഒക്കെ ഉള്ളത്, അത് സംഭവിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണോ? അല്ല, സിനിമയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കൂട്ടായ്മയിൽ നിന്ന് സിനിമ ഉണ്ടാകുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവും, നല്ല കാര്യം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയില്ല. ഞാൻ വന്നത് ഈ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പം ഇപ്പം വിനയൻ സാർ എന്നെ കൊണ്ടുവന്ന സമയത്ത് സാർ ഈ അസോസിയേഷൻ്റെ പല കാര്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ സാറ് തിരക്കായിരുന്നു. സാറിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യുക നടക്കുന്ന കാര്യം. എന്നാലും സാറ് പറ്റുന്ന പോലെ 1-2 സിനിമകൾ എനിക്ക് ആ സമയത്ത് തന്നു. പിന്നെ ഉള്ള സംഭവം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏണിംഗ് ഓഫ് ലിവിങ്ങും എൻ്റെ പാഷനും ഒന്നാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. എനിക്ക് എല്ലാ വരുന്ന സിനിമയിലും ഇത് സെലക്ട് ചെയ്യും, അത് അങ്ങനെയില്ല. ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ട്രോളാം. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ആക്ടറായി ഇവോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയി അവസരം ചോദിക്കുമ്പോൾ അവരെനിക്ക് തരുന്നില്ല. അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ട്രോള് വാങ്ങിക്കുന്നുണ്ട്. അപ്പം അവരടുത്തൊക്കെ ഞാൻ എല്ലായിടത്തും പോയി അവസരമൊക്കെ ചോദിക്കും. എന്തോ അവർ തന്നിട്ടില്ല. പക്ഷേ ഞാൻ ആ തരാത്തത് കൊണ്ട് അവരടുത്ത് വിഷമമൊന്നും പ്രകടിപ്പിക്കാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുമ്പോൾ കിട്ടട്ടെ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ തട്ടത്തിന് മറയത്തിൽ നജാഫ് വരുന്നു. നജാഫിൻ്റെ ഒരു ഇരിപ്പുണ്ട്, നജാഫിൻ്റെ ഇൻട്രോ സീനിൽ ഭയങ്കര എലഗൻ്റാ. ഇയാളെ ഏതോ വലിയൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അതിന്റെ കോസ്റ്റ്യൂംസ് ആയാലും, ഏതെങ്കിലും ഒരു സീനിൽ നിവിൻ പോളിനേക്കാൾ നമ്മൾ വേറൊരാളെ ശ്രദ്ധിക്കണമെങ്കിൽ നജാഫിനെ, പ്രത്യേകിച്ച് ഇൻട്രോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഈ കഥകളൊക്കെ കണ്ടിട്ട്. നിവിൻ പോളിനേക്കാളും സീനിയോറിറ്റി ഉള്ള എന്നാൽ ഒരുപാട് പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്ന വലിയൊരാള്. വൺസ് ടൈം അയാൾ ഭയങ്കര റോമിയോ ആയിരുന്നു, അങ്ങനെ തോന്നുന്നത്. അത് ഫസ്റ്റ് ഇരിപ്പിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ആവും. ശരിക്കും എന്തായിരുന്നു ആ സിനിമയ്ക്ക് അങ്ങനെ ആ ഒരു 3 സീനല്ലേ ഉള്ള ക്യാരക്ടറിന് എങ്ങനെയാ അതിലേക്ക് അപ്രോച്ച് ചെയ്തത്, എങ്ങനെയാ ആ റോള് സംഭവിച്ചത്? ഞാൻ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ, ലെഫ്റ്റനന്റ് സരോജ് കുമാർ ശ്രീനിവാസാണ് സിനിമയിലെ ഒരു പട്ടാളക്കാരൻ്റെ ക്യാരക്ടർ. അത് ചെയ്തിരുന്ന സമയത്ത്, അതിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്താണ് വിനീതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ഞാൻ ഇങ്ങനെ നജാഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തപ്പി നടക്കുകയായിരുന്നു, നിനക്ക് ഓക്കെയാണ് ആ ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഭയങ്കര കാരണം തട്ടത്തിന് പറയുന്നു. എനിക്കൊന്ന് നിവിന് മുന്നേ എന്നെ സെലക്ട് ചെയ്തു ഈ നജാഫായിട്ട്. നിവിനൊക്കെ അതിന്. അപ്പം ഞാൻ CCL നടക്കുന്ന സമയത്ത് നിവിനെ ഞാൻ ഒരു റൂമിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിനീതായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് തട്ടത്തിന് പറയുന്നത്. അപ്പം പറയാൻ അതിൻ്റെ നായകനത് പുതിയ ആളെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം നമ്മളൊരു അവാർഡ് നൈറ്റ് ഇപ്പോൾ നിവിൻ നല്ലൊരു കറുത്ത ഷർട്ട് ഭയങ്കര യങ് ആയിട്ടൊക്കെ കണ്ട് അതിനുശേഷം നിവിൻ അതിനായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നജാഫ് ചെയ്യുന്ന സമയത്ത് വിനീതായിട്ട് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നു, അതായത് മറ്റേ കാർ വാങ്ങിച്ചു, ബംഗ്ലാവ് വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്ക് പരിചയമുള്ള 2-3 സുഹൃത്തുക്കളുണ്ട് അങ്ങനെ കല്യാണം, അതായത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് കിടന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് മരുമോനായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന, ബെൻസ് കാറ് അത് ഇതായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ സ്നേഹം മാത്രം കൊടുത്താൽ സീരിയസ്ലി അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടാൻ ഭയങ്കര പാടാണ്. സ്നേഹം മാത്രം കൊടുത്താൽ ബാക്കിയെല്ലാം നമുക്ക് കിട്ടുന്നത്. നമ്മളെയൊക്കെ ഒരുപാടുണ്ട്, ആർക്കും വേണ്ട. അപ്പം ഇത് വിനീതായിട്ടൊരു ഈ പറഞ്ഞല്ലേ ആ കണ്ടു പരിചയമുള്ള ക്യാരക്ടേഴ്സ് ആകുമ്പോഴത്തേന് കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും. അപ്പൊ ആ ഇരുത്ത പോലും ഇപ്പൊ ഞാൻ സാധാരണ നോർമലായിട്ടുണ്ട്, പക്ഷെ പുള്ളി പറഞ്ഞടാ ഇത് ഇങ്ങനെയാണ്. ഇപ്പൊ ബ്രോ പറഞ്ഞതുപോലെ ആ നജാഫിന്റെ ആ ഇരുത്തൽ, ആദ്യത്തെ നജാഫിൽ നിന്ന് അടുത്ത നജാഫിന്റെ ഒരു ഇതുണ്ടല്ലോ ട്രാൻസ്ഫോർമേഷൻ, അത് പുള്ളി പറഞ്ഞു തന്നെയാണ്. പുള്ളി അത് വളരെ ഇതായിട്ട് പറഞ്ഞു തന്നു, അതുപോലെ ചെയ്തു കാര്യം. സംഭവം കോമിക് ടൈമിങ് എന്തിനാന്ന് പറഞ്ഞിട്ട് അടിക്കണം. അത് ഞാനിട്ട സംഭവം കേട്ടാ. അതായത് അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഇവർ ലാസ്റ്റ് എന്നിട്ട് സണ്ണിയൊക്കെ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേന് പോകുമ്പോൾ പോയില്ലേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊരു സംഭവമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട് മണിക്കുട്ടനായിട്ട്. ഇപ്പം 90s കിഡ്സിനൊക്കെ ആണെങ്കിലും അവർ കണ്ടിട്ടുള്ള ആദ്യത്തെ ഹീറോ ആണ്, TV-യിൽ കണ്ട ആദ്യത്തെ ഹീറോ. ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്ന മണിക്കുട്ടനാണ്. ആ തെങ്ങിന്റെ മുകളിൽ കയറുന്നപ്പോഴത്തേനാണ് സുനാമി അടിക്കുന്നത്. ഞാൻ അപ്പോൾ ഈ കായലിന്റെ അടുത്തുള്ളൊരു തെങ്ങിലായിരുന്നു. ഈ തെങ്ങ് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അത് തെങ്ങി കയറി, അത് കൊച്ചുണ്ണി ചെയ്യുന്ന സമയത്ത് തെങ്ങി കയറിയിട്ടുണ്ട് ഞാൻ. അപ്പൊ സുനാമി അടിച്ചോണ്ടിരിക്കുകയാണ് ബ്രോ. അന്ന് സുനാമി അടിച്ച ദിവസമായിരുന്നു. അപ്പോൾ കായലിന്റെ അടുത്തായിരുന്നു ഈ തെങ്ങ്. അതായത് തെങ്ങിൻ്റെ മുകളിൽ നേരെ ഈ കായലിൽ ചാടിയിട്ട് നീന്തി പോകണതാണ് സീന്. അപ്പോൾ കായലിൽ ഞാൻ ആദ്യം തെങ്ങി കയറിയപ്പോൾ കായൽ വെള്ളം അത്ര തെങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തെങ്ങിൻ്റെ കാൽഭാഗം വരെ വെള്ളം നിറയുന്നു. കാരണം കായലും കടലും അടുത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തെങ്ങി കയറിയ കഥ പറയുമ്പോൾ എനിക്ക് ആ സുനാമി അടിച്ച ദിവസം ഓർമ്മ വരും. കാരണം തെങ്ങ് ഇങ്ങനെ നാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സാർ ചാടേണ്ടി വരില്ല, തെങ്ങ് പിഴുത് മിക്കാറും വീണ് കൊച്ചിന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും.
ഞങ്ങള് ഭയങ്കര സൂപ്പർ ഹീറോയ്ക്കായിട്ട് മൊമെന്റ് അത് ശരിക്കും ജീവൻ മരണ പോരാട്ടം. അതിന്റെ മുകളില് എന്റെ സൂപ്പർ ഹീറോ തന്നെയായിരുന്നു ഞാൻ ആ സമയത്ത്. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയം വരുന്ന പറയണ പോലെ മണിക്കുട്ടൻ സ്റ്റാർ ആവുന്ന, അല്ലെങ്കിൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും മണിക്കുട്ടന്റെ ശരീരത്തെയും ഹ്യൂമർ സെൻസിനെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റോള് വരും. അന്ന് മലയാള സിനിമ എല്ലാ സ്നേഹത്തോടും കൂടി അത് സ്വീകരിക്കും. നിങ്ങൾ ഒരിക്കലും ഫെയ്ഡ് ആവാൻ പോകരുത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.